എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ എക്സസൈസ് 3.6 ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കി ചെയ്യാം. അതിൽ ഇനി ചെയ്യാനുള്ളത് 10/x + y. ഏഴാമത്തെ ക്വസ്റ്റ്യൻ 10/x + y plus 2/x - y = 4. 15/x + y minus 5/x - y equal to -2. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് കോമൺ ആയിട്ടുള്ളത് മാത്രമേ പിയും ക്യൂ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്? എക്സ് പ്ലസ് വൈ. അതുപോലെ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്? എക്സ് മൈനസ് വൈ. അപ്പോൾ 1/x + y = p എന്ന് പറഞ്ഞിട്ട് എഴുതുക. 1/x + y = p, 1/x - y = q. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ 1/x + y എന്തായി? ഇതിന് നമ്മൾ 10 × 1/x + y എന്നല്ലേ എഴുതുക. അപ്പോൾ 10 × 1/x + y p ആണ്. അപ്പോൾ 10p + 2q = 4. ഫസ്റ്റ് ഇക്വേഷൻ. അതുപോലെ ഇത് എഴുതുമ്പോൾ 15p minus 5q = -2. നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഇതിലിപ്പം നമുക്ക് ഒന്നും കോമൺ ആയിട്ടില്ല. വേണമെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ഇക്വേഷൻ ചെറുതായി കിട്ടും. എല്ലാം 2 കൊണ്ട്, ഹോൾ ഇക്വേഷൻ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇവിടെ 5p ആവും. ഫസ്റ്റ് ഇക്വേഷൻ ഡിവൈഡ് ബൈ 2 ഞാൻ ചെയ്യാം. അപ്പോൾ ഇവിടെ 5p + q = 2. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെയായി മാറി. -3 15p. ഇനി അടുത്ത ഇത് 15p minus 5q = -2 ആണ്. എലിമിനേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ 3 × 5 ചെയ്താൽ 5q ഒരേപോലെ ആവും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, 15p ഒരുപോലെ ആവും. നമുക്കിപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നതെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് നോക്കാം. 5p = 2 - q, p = 2 - q/5. അല്ലെങ്കിൽ q = എടുത്താൽ മതി. q = 2 - 5p. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 4. 4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ വരും? 15p minus 5 × 2 - 5p = -2. അപ്പോൾ ഇതിനെ ഇനി നമ്മൾ 15p മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. -10 + 25p = -2. അപ്പോൾ ഇതിൽ 30 40 ആയി അല്ലേ? 25ഉം 15ഉം 40 ആയി. 40p = -2 + 10. -2 + 10 8. അപ്പോൾ p = 8/40. 8/40 1/5. p നമുക്ക് 1/5 കിട്ടി. p 1/5 കിട്ടിക്കഴിഞ്ഞാൽ q കാണണം. q = 2 - 5 × 1/5. 5 ക്യാൻസൽ ആയി. 2 - 1 1. q നമുക്ക് 1 ആണ് കിട്ടുന്നത്. p 1/5 ആണ് കിട്ടുന്നത്. ഇനി ഇതിൽ നമുക്ക് എന്താ കാണേണ്ടത്? എക്സും വൈയും ആണ്. അപ്പൊ ഇനി ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ 1/x + y = p എത്രയാ? 1/5. അപ്പോൾ നമുക്ക് 5x + y = 5 എന്ന് കിട്ടും ഒരു ഇക്വേഷൻ. ഇനി അതുപോലെ 1/x - y = 1 ആണ്. അപ്പോൾ x - y = 1. സെക്കൻഡ് ഇക്വേഷൻ. x - y = 1. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ടും ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ y എലിമിനേറ്റ് ആയി പോകും. ഇപ്പോൾ 2x = 6, x = 6/2 3.
എക്സ് 3 കിട്ടി. ഇനി y കണ്ടുപിടിക്കുക. y കണ്ടുപിടിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം y കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 ആണ്. അപ്പോൾ 3 പ്ലസ് വൈ ഈക്വൽ ടു 5, y ഈക്വൽ ടു 5 മൈനസ് 3 2. അപ്പോൾ y 2 കിട്ടി, എക്സ് 3 കിട്ടി. അപ്പോൾ ആദ്യം പിയും ക്യൂവും കണ്ടുപിടിക്കുക. പിയും ക്യൂവും കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ഇതുവരെ 1/x ഈക്വൽ ടു അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഇതിൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ആണ്, 1/x പ്ലസ് വൈ ഈക്വൽ ടു ആണ് പി ഉള്ളത്. അപ്പോൾ പി 1/5 ആണ് കിട്ടിയത്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 എന്ന് കിട്ടി. അതുപോലെ ക്യൂ 1 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 1/x മൈനസ് വൈ ഈക്വൽ ടു 1 എന്ന് കൊടുക്കും. അപ്പോൾ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 1. പിന്നെ നമ്മൾ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക എക്സ് എത്രയാണെന്ന് വെച്ചാൽ അത് കാണുക, വൈ കണ്ടുപിടിക്കുക. അപ്പോൾ അത് എക്സും വൈയും കണ്ടുപിടിച്ച് എഴുതും. അടുത്ത ക്വസ്റ്റ്യൻ 1/3x പ്ലസ് വൈ പ്ലസ് 1/3x മൈനസ് വൈ ഈക്വൽ ടു 3/4. 1/2 into 3x plus y minus 1/2 into 3x minus y equal to minus 1/8. അപ്പോൾ ഇതിനെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ 2 ഒന്നും ഇതിലില്ല. 1/3x plus y ആണ് രണ്ടിലും കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, 1/3x plus y equal to p ആയിട്ട് എടുക്കും. അതുപോലെ ഇതിൽ നമുക്ക് 3x മൈനസ് വൈ ആണ് കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ 1/3x മൈനസ് വൈ ഈക്വൽ ടു ക്യൂ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ പി പ്ലസ് ക്യൂ ഈക്വൽ ടു 3/4. പി പ്ലസ് ക്യൂ ഈക്വൽ ടു 3/4 എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് ചെയ്യാം. ഈ 4നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്തായി മാറുന്നത്, 4 into p പ്ലസ് ക്യൂ ഈക്വൽ ടു 3 അല്ലേ. അപ്പോൾ 4p പ്ലസ് 4q ഈക്വൽ ടു 3. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ക്രോസ് ചെയ്യുമ്പോൾ 4p പ്ലസ് 4q ഈക്വൽ ടു 3 എന്ന് കിട്ടി. സെക്കൻഡ് ഇക്വേഷൻ 1/2p മൈനസ് 1/2q ഈക്വൽ ടു മൈനസ് 1/8. ഇതിലിപ്പോൾ നമുക്ക് 2 രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, p മൈനസ് q/2 എന്ന് എഴുതിക്കോളൂ. ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1/2. അപ്പോൾ p മൈനസ് ക്യൂ ഈക്വൽ ടു ഈ 2നെ ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ മതി, മൈനസ് 2/8. മൈനസ് 2/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1/4 മൈനസ് 1/4 ആണ് വരുന്നത്. അപ്പോൾ മൈനസ് 1/4 എന്ന് പറയുന്നത് നേരത്തെ തന്നെ പോലെ ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യാം. അപ്പോൾ 4p മൈനസ് 4q ഈക്വൽ ടു ഇത് വരും മൈനസ് 1. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ 4p പ്ലസ് 4q ഈക്വൽ ടു 3. സെക്കൻഡ് ഇക്വേഷൻ 4p മൈനസ് 4q ഈക്വൽ ടു മൈനസ് 1. ഇനി സോൾവ് ചെയ്യാം. 4p പ്ലസ് 4q ഈക്വൽ ടു 3. 4p മൈനസ് 4q ഈക്വൽ ടു മൈനസ് 1. രണ്ട് ഇക്വേഷനും കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ q എലിമിനേറ്റ് ആയി പോകും. അപ്പോൾ 4p പ്ലസ് 4p 8p. 8p ഈക്വൽ ടു ആഡ് അല്ലേ ചെയ്യുന്നത്, 3 മൈനസ് 1 2. അപ്പോൾ p ഈക്വൽ ടു 2/8 നമുക്ക് എന്ത് കിട്ടി, 1/4. p 1/4 കിട്ടി. p 1/4 കിട്ടി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 1. ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 ഇൻറ്റു 1/4 പ്ലസ് 4q ഈക്വൽ ടു 3. അപ്പോൾ ഇത് 4 ക്യാൻസൽ ആയി. 1 പ്ലസ് 4q ഈക്വൽ ടു 3. 4q ഈക്വൽ ടു 3 മൈനസ് 1. 3 മൈനസ് 1 2. അപ്പോൾ q ഈക്വൽ ടു 2/4 ആണ് വരുന്നത്. 2/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി, 1/2. അപ്പോൾ നമുക്ക് p 1/4. p എന്നുള്ളത് 1/4 ആണ് കിട്ടിയത്. q എന്നുള്ളത് 1/2. ഇത് കാര്യമായിട്ടൊന്നുമില്ല, അങ്ങനെ സിംപ്ലിഫൈ ചെയ്തിട്ട് വന്നാൽ മതി. അതായത് 1/3x പ്ലസ് y ആണ് p ആയിട്ട് എടുത്തിട്ടുള്ളത്. 1/3x മൈനസ് y രണ്ടിലും കോമൺ, രണ്ട് ഇക്വേഷനിൽ എന്ത് കോമൺ ആയിട്ട് വരുന്നുണ്ടോ അത് മാത്രമേ നമുക്ക് പിയും ക്യൂ ആയിട്ട് എടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ എടുത്തതിന് ശേഷം ഇവിടെ 3/4 വന്നതുകൊണ്ട് ആ 4നെ ഇങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് 4p പ്ലസ് 4q ഈക്വൽ ടു 3 എന്ന് കിട്ടി.
അതുപോലെ സെക്കൻഡ് ഇക്വേഷൻ ഇവിടെ 1/2 ഉണ്ട്. അപ്പൊ 1/2 പി മൈനസ് 1/2 ക്യൂ ഈക്വൽ ടു മൈനസ് 1/8 ആണ്. അപ്പൊ 2 കോമൺ ആയിട്ടുള്ളത് കൊണ്ട് ഇത് ശരിക്കും നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ക്യാൻസൽ ചെയ്തിട്ട് 4 എന്ന് എഴുതാം. നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പി മൈനസ് ക്യൂ ബൈ 2 ഈക്വൽ ടു മൈനസ് 1/8. അപ്പോൾ 1/8 ഈ 2 ഇങ്ങോട്ട് ക്രോസ് ആവും, 2/8 ആയി. 2/8 എന്ന് പറഞ്ഞാൽ മൈനസ് 1/4 ആണ്. അപ്പോൾ 4 ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക, 4p മൈനസ് 4q ഈക്വൽ ടു മൈനസ് 1. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ 2 ഇക്വേഷൻ ആണ്. അത് സോൾവ് ചെയ്തിട്ട് പിയും ക്യൂവും കണ്ടുപിടിക്കുക. ഇനി എന്ത് ചെയ്യണം? നമുക്ക് എക്സും വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇവിടെ പിയും ക്യൂവും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിയും ക്യൂവും കിട്ടിയതിന് ശേഷം നമ്മൾ ഇനി എക്സും വൈയും കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് 1/3x പ്ലസ് വൈ ഈക്വൽ ടു ആണ് പി അല്ലെ. പി ഇവിടെ 1/4 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്യുമ്പോൾ 3x, അതായത് ഇത് ഇങ്ങോട്ടും പോകും. 3x പ്ലസ് വൈ ഈക്വൽ ടു 4 എന്ന് വരും. അതുപോലെ 1/3x മൈനസ് വൈ എന്താണ്? ക്യൂ. ക്യൂ എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ 3x മൈനസ് വൈ ഈക്വൽ ടു 2 ആയിട്ട് കിട്ടും. ഇതിന് ശേഷം 1ഉം 2 എന്ന് കൊടുത്തു. ഇക്വേഷൻ 1 പ്ലസ് 2 ആണ് നമ്മൾ ചെയ്യുന്നത്. 1 പ്ലസ് 2 ചെയ്യുമ്പോൾ y ക്യാൻസൽ ആയിപ്പോയി. 6x is equal to 6, x is equal to 1. x 1 കിട്ടിക്കഴിഞ്ഞാൽ y കണ്ടുപിടിക്കണം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ 3 into 1 plus y equal to 4. അപ്പോൾ y equal to 4 minus 3 equal to 1. x 1, y യും 1 കിട്ടി. ഇങ്ങനെ ലാസ്റ്റ് കണ്ടുപിടിച്ച് എഴുതണം. അപ്പോൾ ആ ഭാഗം കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിൽ ഇക്വേഷൻ ഫോം ചെയ്തിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അത് പറയുന്നതിന് മുമ്പ് നമുക്ക് എക്സാമ്പിൾ 19 എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അതിന് ശേഷം അതിലേക്ക് പോവാം. ഇവിടെ നമ്മൾ എ ബോട്ട് ഗോസ് 30 കിലോമീറ്റർ അപ്സ്ട്രീം ആൻഡ് 44 കിലോമീറ്റർ ഡൗൺ സ്ട്രീം ഇൻ 10 hours. In 13 hours it can go 40 kilometer upstream and 55 kilometer downstream. Determine the speed of the stream and that of boat in still water. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഡൗൺ സ്ട്രീമും അപ്സ്ട്രീം ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ബോട്ട് നമ്മൾ ആദ്യം സ്പീഡ് ഓഫ് ബോട്ടിംഗ് ലെറ്റ് ദ speed of boat in still water നമ്മൾ എന്തായിട്ട് എടുക്കുക? x km/h ആയിട്ട് എടുക്കുക. x km/h ആണ് നമ്മുടെ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. ഇനി സ്പീഡ് ഓഫ് സ്ട്രീം എന്തായിട്ട് എടുക്കുക? നമ്മൾ y km/h എടുക്കുക. ഇതിലിപ്പോൾ നമുക്ക് എന്നാ കാണേണ്ടത്? രണ്ടിനും കൂടി, അതായത് 30 കിലോമീറ്റർ അപ്സ്ട്രീമിലും 44 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിലും പോകാൻ വേണ്ടിയിട്ട് 10 hour എടുക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഡൗൺ സ്ട്രീം സ്പീഡ് ഓഫ് ഡൗൺ സ്ട്രീം കിട്ടണം. അതിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ബോട്ടും സ്ട്രീമും സെയിം ഡയറക്ഷനിലായിരിക്കും എപ്പോൾ ഡൗൺ സ്ട്രീമിൽ. അതായത് സ്പീഡ് ഓഫ് ബോട്ടിന്റെ ഇതും സ്ട്രീമും സെയിം ഡയറക്ഷനിലാവുമ്പോൾ സ്പീഡ് ഓഫ് ഡൗൺ സ്ട്രീം നമുക്ക് എന്തായിട്ട് വരും? x പ്ലസ് വൈ km/h ആയിട്ട് വരും ഡൗൺ സ്ട്രീമിൽ. ഇത് ഓർമ്മിച്ചാൽ മതി. അതായത് ബോട്ടും സ്ട്രീമും സെയിം ഡയറക്ഷനിലായിരിക്കും. സെയിം ഡയറക്ഷനിലായിരിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ കാറിന്റെ ക്വസ്റ്റ്യനിൽ ചെയ്തില്ലേ, സെയിം ഡയറക്ഷനിൽ വരുമ്പോൾ പ്ലസ് ആണ് വരുന്നത്. അപ്പം സ്പീഡ് ഓഫ് ഡൗൺ സ്ട്രീം നമുക്ക് x പ്ലസ് വൈ km/h ആയിരിക്കും. അപ്സ്ട്രീം എന്ന് പറയുന്നത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പൊ നമ്മളത് x മൈനസ് വൈ km/h ആണ് വരിക. അപ്പോൾ സ്പീഡ് ഓഫ് ബോട്ട് ഡൗൺ സ്ട്രീം എന്തായിട്ട് വരും? x പ്ലസ് വൈ km/h. അപ്സ്ട്രീം എന്ന് പറയുന്നത് x മൈനസ് വൈ km/h. ഇത് സ്പീഡ് ഓഫ് ബോട്ടാണ്. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ ഡൗൺ സ്ട്രീം ആണ് x പ്ലസ് വൈ km/h. അപ്സ്ട്രീം x മൈനസ് വൈ ഇത് ഓർമ്മിച്ചാൽ മതി. x മൈനസ് വൈ km/h ആണുള്ളത്. അതുപോലെ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ x km/h ആയിട്ട് എടുക്കുക. സ്പീഡ് ഓഫ് സ്ട്രീം y km ആയിട്ട്.
പെർ ആയിട്ട് എടുക്കുക. ഇനി എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് രണ്ടിനും കൂടി, അതായത് ഡൗൺ സ്ട്രീമിലേക്കും അപ്സ്ട്രീമിലേക്കും പോകാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഹോൾ ഇക്വേഷൻ എന്തായിരിക്കണം, ടൈമിലേക്ക് മാറ്റിയിട്ട് ചെയ്യണം. അതാണ് ഇതിലും കഴിഞ്ഞ എക്സസൈസിൽ ചെയ്തില്ലേ, പ്ലേസസ് എ ആൻഡ് ബി, അതിൽ നമുക്ക് ഡിസ്റ്റൻസ് ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഹോൾ ഇക്വേഷൻ ഡിസ്റ്റൻസിലാക്കിയിട്ട് ചെയ്യും. ഇതിൽ നമുക്ക് ടൈമാണ് തന്നിട്ടുള്ളത്. അതായത് ഒരു ബോട്ടിന് 30 കിലോമീറ്റർ അപ്സ്ട്രീമിലേക്ക് പോകാനും 44 കിലോമീറ്റർ ഡൗൺ സ്ട്രീമിലേക്ക് പോകാനും വേണ്ടി എടുക്കുന്ന ടൈമാണ് 10 അവർ. അപ്പം നമ്മൾ സ്പീഡ് ഈക്വൽ ടു എന്ന ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. നമുക്ക് ടൈമാണ് തന്നിട്ടുള്ളത്. അപ്പം ടൈം എന്ന് പറയുന്നത് എസ് ടി ഈക്വൽ ടു ഡി വരും. ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് വരും. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഡൗൺ സ്ട്രീം നമ്മൾ അപ്സ്ട്രീം 30 കിലോമീറ്റർ അപ്സ്ട്രീം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെയാവുന്നുള്ളത് നോക്കാം. കേസ് 1ൽ 30 കിലോമീറ്റർ അപ്സ്ട്രീമിലേക്കാണ് പോകുന്നത്. അപ്സ്ട്രീമിന്റെ സ്പീഡ് നമ്മൾ എന്താന്ന് പറഞ്ഞത്, അപ്സ്ട്രീം എക്സ് മൈനസ് വൈ കിലോമീറ്റർ പെർ അവർ. ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പൊ രണ്ടിനും കൂടി എടുക്കുന്ന ടൈമാണ് 10 അവർ. അപ്പൊ കേസ് 1ൽ 30 കിലോമീറ്റർ അപ്സ്ട്രീം. അപ്പൊ 30 ബൈ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്സ്ട്രീമിന്റെ സ്പീഡ് എക്സ് മൈനസ് വൈ, രണ്ടിനും കൂടി എടുക്കുന്ന ടൈം ആയതുകൊണ്ട് നടുവിൽ പ്ലസ്. പിന്നെ 44 കിലോമീറ്റർ 44 ബൈ ഡൗൺ സ്ട്രീമിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ആണ്. രണ്ടും കൂടി എടുക്കുന്ന ടൈം 10 അവർ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഇനി സെക്കൻഡ് ഇക്വേഷൻ, ഇൻ 13 hours it can go 40 kilometer upstream. 40 by x minus y plus 55 downstream. 55 by x plus y, that is equal to 13. ഇക്വേഷൻ വന്നത് മനസ്സിലായി. അപ്പൊ രണ്ടിനും കൂടി എടുക്കുന്ന ടൈമാണ് തന്നിട്ടുള്ളത്. ടൈമിൽ തന്നതുകൊണ്ട് ഹോൾ ഇക്വേഷൻ നമ്മൾ ടൈമിലാക്കിയിട്ട് ചെയ്യണം. അപ്പൊ 30 കിലോമീറ്റർ അപ്സ്ട്രീം ആണ്. അപ്സ്ട്രീമിന്റെ സ്പീഡ് എന്നാണ് എക്സ് മൈനസ് വൈ. അപ്പൊ 30 ബൈ എക്സ് മൈനസ് വൈ പ്ലസ് 44 ഡൗൺ സ്ട്രീം ആണ്. 44 കിലോമീറ്റർ ഡിസ്റ്റൻസ് 44. അപ്പോൾ 44 ബൈ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു രണ്ടും കൂടി എടുക്കുന്ന ടൈം 10 അവർ. അതുപോലെ 40 കിലോമീറ്റർ അപ്സ്ട്രീം പ്ലസ് 55 കിലോമീറ്റർ ഡൗൺ സ്ട്രീം, രണ്ടിനും കൂടി എടുക്കുന്ന ടൈം 30. അപ്പം ഫുൾ ഇക്വേഷൻ ടൈമിലാക്കിയിട്ട് നമുക്ക് ഇക്വേഷൻ കിട്ടി. ഇനി ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പം 1 by x minus y equal to p, 1 by x plus y equal to q. അപ്പം നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എന്തായി മാറി, 30p plus 44q equal to 10. ഇതിൽ 40p plus 55q equal to 30. ഇങ്ങനെയാണ് നമ്മുടെ രണ്ട് ഇക്വേഷൻ ഉള്ളത്. ഇത് ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേറെ മെത്തേഡിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ ഞാൻ ഒന്ന് ഷോർട്ട് ആക്കുന്നു. ഇതിനെ ഫുൾ ഇക്വേഷൻ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഡിവൈഡ് ബൈ 2 ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ ഷോർട്ടായി കിട്ടും നമുക്ക് 15p പ്ലസ് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 22q ഈക്വൽ ടു 5. ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ 40p പ്ലസ് 55q ഈക്വൽ ടു 30. നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. അത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ 15p ഈക്വൽ ടു 5 മൈനസ് 22q. p ഈക്വൽ ടു 5 മൈനസ് 22q ബൈ 50. ഞാൻ എഴുതി. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായി മാറും, 40pന്റെ പ്ലേസിൽ നമ്മൾ 5 മൈനസ് 22q ബൈ 15 പ്ലസ് 55q ഈക്വൽ ടു 30.
ഇനി ഇതിൽ രണ്ടിലും നമുക്ക് എന്തുണ്ട് 5 കോമൺ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ക്യാൻസൽ ചെയ്യാം. ഇവിടെ 5 കോമൺ ആയതുകൊണ്ട് 8 ഇവിടെ 3 5നെ കൊണ്ട് ഞാൻ ഷോർട്ട് ആക്കി ഇക്വേഷൻ. ഇനി എന്ത് ചെയ്യുക, അല്ലാണ്ട് ഇത് 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ വലുതായിട്ട് പോകും. നമുക്ക് കഴിയുന്നത് ഷോർട്ട് ആക്കിയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതുപോലെ ചെയ്യാം. രണ്ടിലും 5 ഇവിടെ ഇൻറ്റു അല്ലേ, ഇവിടെ കൊണ്ടുപോയിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, നടുവിൽ പ്ലസ് ഉണ്ട്. ഇവിടെ ഇൻറ്റു ആയതുകൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 40ൽ 5 8 5s are 40, ഇവിടെ 5 3s are 15. രണ്ടിലും 5 കോമൺ ആയിട്ടുള്ളത് കൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 8 × 5 40 മൈനസ് ഇത് 176 ക്യൂബ് പ്ലസ് 165 ക്യൂബ്. അതായത് ഇവിടെ ഡിനോമിനേറ്ററിൽ 1 ആണ്. അതായത് ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യും. ടു ഹോൾ ഡിവൈഡ് ബൈ 3 വരും. ആ ഹോൾ ഡിവൈഡ് ബൈ 3 ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ 13 × 3 ആവും. അത് 39 ആയി മാറി. ഇനി നമുക്ക് ഇതിനെ മൈനസ് ചെയ്യാം. 176 ന്ന് 165 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 11 മൈനസ് 11 ക്യൂബ് ഈക്വൽ ടു 39 മൈനസ് 40. അപ്പം മൈനസ് 11 ക്യൂ ഈക്വൽ ടു മൈനസ് 1 ക്യൂ ഈക്വൽ ടു 1/11 വരും. അപ്പോൾ ക്യൂ ഈക്വൽ ടു 1/11. നിൽക്കട്ടെ. ഇനി ക്യൂ കിട്ടിക്കഴിഞ്ഞാൽ പി കാണണം. പി ഈക്വൽ ടു 5 മൈനസ് 22 ഇൻറ്റു 1/11/15. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് പി കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഇൻറ്റു ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 11 × 2 ആണ് 22. 5 മൈനസ് 2 എന്ന് പറയുന്നത് 3. 3/15. 3/15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി, 1/5. അപ്പോൾ പി 1/5ഉം ക്യൂ 1/11ഉം കിട്ടി. ഇതോടെ കഴിഞ്ഞില്ല, നമുക്ക് എക്സും വൈയും ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1/5ഉം 1/11ഉം. P 1/5. അപ്പോൾ 1/x മൈനസ് വൈ ഈക്വൽ ടു 1/5. അതുപോലെ Q എന്ന് പറയുന്നത് 1/11. 1/x പ്ലസ് 5y ഈക്വൽ ടു 1/11. ഇനി എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് നോക്കാം. സോൾവ് ചെയ്യാം. ഒന്നുമില്ല, നമ്മൾ ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 5, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 5, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11. ഇക്വേഷൻ 1ഉം 2. എന്ത് ചെയ്യുക, 1 + 2 ചെയ്താൽ y എലിമിനേറ്റ് ആയി പോകും. അപ്പോൾ 2x is equal to 16. 1 + 2. അപ്പോൾ 2x is equal to 16. x is equal to 16/2 8. x 8 കിട്ടി. ഇനി y കാണണം. y കാണാൻ വേണ്ടി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. x 8. 8 + y ഈക്വൽ ടു 11. y ഈക്വൽ ടു 11 മൈനസ് 8. y ഈക്വൽ ടു 3. അപ്പോൾ x is equal to 3. y ഈക്വൽ x is equal to 8, y equal to 3. കൂടി എക്സസൈസിലുള്ളതുണ്ട്, ചെറുതാണ് അതിൻ്റെ, അതും കൂടി ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഫസ്റ്റ് അതിൽ റിറ്റു ക്യാൻ റോ ഡൗൺ സ്ട്രീം 20 കിലോമീറ്റർ ഇൻ 2 hours ആൻഡ് അപ് സ്ട്രീം 4 കിലോമീറ്റർ ഇൻ 2 hours. ഫൈൻഡ് ഹെർ സ്പീഡ് ഓഫ് റോയിങ് ഇൻ സ്റ്റിൽ വാട്ടർ ആൻഡ് സ്പീഡ് ഓഫ് കറണ്ട്. അപ്പോൾ നമ്മളിതിൽ എന്താണോ കാണേണ്ടത് അത് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. സ്പീഡ് ഓഫ് സ്റ്റിൽ വാട്ടർ എന്തായിട്ട് എടുക്കില്ല, ദ സ്പീഡ് ഓഫ് സ്റ്റിൽ വാട്ടർ ബി എക്സ് km/h. പിന്നെ കറണ്ട്, സ്പീഡ് ഓഫ് കറണ്ട് എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് കറണ്ട് y km/h. അപ്പോൾ ഇതിലാണ് നമുക്ക് ആദ്യം പറയുന്നത് ഡൗൺ സ്ട്രീം 20. ഡൗൺ സ്ട്രീം എന്നാണ് സ്പീഡ് ഓഫ് ഡൗൺ സ്ട്രീം എക്സ് പ്ലസ് വൈ km/h ഡൗൺ സ്ട്രീം. അപ് സ്ട്രീം എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ km/h. അപ്പോൾ ഇതിൽ 20 കിലോമീറ്റർ ഡൗൺ സ്ട്രീമാണ്.
അപ്പോൾ 20 കിലോമീറ്റർ ഡൗൺ സ്ട്രീം എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് വൈ. ഇവിടെയും നമുക്ക് ടൈമാണ് തന്നിട്ടുള്ളത്, 2 അവേഴ്സിലാണ്. അപ്പോൾ അതുകൊണ്ട് ഹോൾ ഇക്വേഷൻ നമ്മൾ ടൈമിലാക്കുന്നു. ടൈം ഈക്വൽ ടു സ്പീഡ്, സോറി, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ 20 ബൈ സ്പീഡ് വഴി എത്രയാണ് ഡൗൺ സ്ട്രീമിൻ്റെ എക്സ് പ്ലസ് വൈ, എത്ര ടൈം, 2 അവേഴ്സിൽ. അപ്പോൾ 2x plus 2y, അതായത് 2 into x plus y equal to 20, x plus y equal to 10. 2 കൊണ്ട് നമ്മൾ ഹോൾ ഇക്വേഷനെ ഡിവൈഡ് ചെയ്താൽ 2x plus 2y equal to അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ x plus ആ 2 കൊണ്ട് ഹോൾ ഇക്വേഷൻ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ x plus y equal to 10 കിട്ടി. അടുത്തത് അതിൽ തന്നെ അപ്സ്ട്രീം 4 കിലോമീറ്റർ ഇൻ 2 അവേഴ്സ്. 4 കിലോമീറ്റർ ഇൻ 2 അവേഴ്സ് അപ്സ്ട്രീം ആണ്. അപ്പോൾ 4 by x minus y equal to 2. അപ്പോൾ 2 into x minus y equal to 4. ഇതും അതേപോലെ തന്നെ x minus y equal to 2. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ x minus y equal to 2. ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ. ഇനി ഇതിന് ഫസ്റ്റ് ഇക്വേഷൻ പ്ലസ് സെക്കൻഡ് ഇക്വേഷൻ ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ പ്ലസ് സെക്കൻഡ് ചെയ്യുമ്പോൾ 2x is equal to 12, x is equal to 12 by 2, 6 കിട്ടി. എക്സ് 6 കിട്ടിക്കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു, സോറി, വൈ ഈക്വൽ ടു 10 മൈനസ് 6 ഈക്വൽ ടു 4. വൈ 4ഉം എക്സ് 6ഉം രണ്ട് ചെറുതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുക. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.